ആത്മീയ ലോകത്ത് പല ശുശ്രൂഷകരും അറിഞ്ഞോ അറിയാതെയോ പറയുന്ന പല അബദ്ധങ്ങളും അനേക വിശ്വാസികളെ വ്യാജ ലോകത്ത് വ്യാജ സ്വപ്ന മണ്ഡലങ്ങളിലാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിലൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഈ വാക്യം വായിച്ച് ധ്യാനിച്ച് പലരും ബലപ്പെടാറുണ്ട്. പലപ്പോഴും അവർ ബലപ്പെടുന്നത് ഈ ഭൂമിയിൽ, ഈ ആയുസ്സിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഭംഗിയായി, വൃത്തിയായി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവർക്ക് കഴിയും, ദൈവം അവർക്കത് സാധിപ്പിച്ചു കൊടുക്കും എന്ന ഒരു വലിയ അബദ്ധ ലോകത്ത് ആയിപ്പോയിട്ടുണ്ട്. പല സഹോദരങ്ങളും അങ്ങനെ തെറ്റിദ്ധരിച്ച് അങ്ങനെ സംഭവിക്കുമെന്ന് ഈ വാക്യം അനേക തവണ ഉരുവിട്ട് വായിച്ചുറപ്പിച്ച്, പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ മടുക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് അവരെ അബദ്ധത്തിലാക്കി കളഞ്ഞിരിക്കുകയാണ് പല ശുശ്രൂഷകന്മാരുടെയും വാക്കുകൾ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത് ഈ വാക്യം വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വരുന്നൊരു കാര്യം, ഈ ലോകത്ത്, ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കണ്ട് സന്തോഷിക്കും എന്നുള്ള നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ഈ വാക്യം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്, ഈ ലോകത്തെക്കുറിച്ച് തന്നെയാണോ പറയുന്നത്? ഇത് ജീവനുള്ളവരുടെ ദേശം തന്നെയാണോ? വാസ്തവത്തിൽ ഇത് ആരുടെ ലോകമാണ്? എന്താ ഈ ജീവനുള്ളവരുടെ ദേശം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിലാണെങ്കിൽ ഈ ആയുസ്സിൽ എന്ന് എഴുതിയാൽ മതി. ഈ ആയുസ്സിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരിൽ വരിഷ്ഠരെന്നാണ്. ഈ സങ്കീർത്തനക്കാരൻ്റെ ഈ വാക്യം എടുത്തിട്ട് ഈ ആയുസ്സിൽ ആണ് ഇവർ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ അവരെ ആരോ അബദ്ധത്തിലാക്കിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിലെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജീവനുള്ളവരുടെ ദേശമെന്ന് എഴുതിയിരിക്കുന്നത്. എന്താ ഈ ജീവനുള്ളവരുടെ ദേശമെന്ന് പറയുന്നത്? ജീവൻ, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകേണ്ടത്, ജീവൻ സമൃദ്ധിയായി ഉണ്ടാകേണ്ടത്. അപ്പോൾ എവിടെയാണ് ജീവൻ നൽകാൻ വന്നത്? നമുക്ക് എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മരിച്ചവരുടെ ലോകമാണെന്ന് സൂചിപ്പിക്കുന്നൊരു വാക്യമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകം മരിച്ചവരുടെ ലോകമാണ്. നമ്മൾ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമുക്ക് കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ജീവൻ ലഭിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ജീവനുള്ളവരാണ്. എന്നാൽ മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, അതായത് ജീവനുള്ളവരുടെ ലോകം ഇതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ഇങ്ങനെയാണ് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ഈ വചനങ്ങളെ, ഈ പുതിയ നിയമ വചനങ്ങളെ കൃത്യമായി പഠിക്കുവാനോ അത് ജനത്തെ പഠിപ്പിക്കുവാനോ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകന്മാർ മെനക്കെടാറില്ല. അവർക്ക് ഞായറാഴ്ച 1 മണിക്കൂർ എങ്ങനെയും, അതിൽ കിട്ടുന്ന 1/2 മണിക്കൂർ എങ്ങനെയെങ്കിലും ഒരു ശുശ്രൂഷ നടത്തണം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ ക്ഷണിതാവായി ചെന്നാൽ, ഇനി അതല്ല വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് ചെന്നാലും അവിടെയുള്ള ജനങ്ങളെ ഒരു മണിക്കൂർ ഒന്ന് സന്തോഷിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ജനത്തിനും ആവശ്യമായ കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി അവർ മെനക്കെട്ട് വന്നത്. ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണല്ലോ പലരും കർത്താവിൻ്റെ അടുക്ക് വരുന്നത് തന്നെ. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം എന്താ പിടിച്ചോ, തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തി നമുക്ക് ഒരുമിച്ച് ശാസിച്ചേക്കാം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വാസ്തവത്തിൽ എത്ര മൗഢ്യ ലോകത്തിലാണ് ഈ സഹോദരങ്ങൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മരിച്ചവരുടെ ലോകമാണ്. ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലോകമാണ്. ഇവിടെ ആദം മരണത്തിന് വിധേയപ്പെട്ടപ്പോൾ തള്ളപ്പെട്ടു വന്നതാണ്. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും, അതേ ആ നാളിൽ തന്നെ മരിച്ചു. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, വേർപാടെന്നാണ്. ആദം പാപം ചെയ്ത നിമിഷം തന്നെ ദൈവവുമായിട്ട് വേർപാടിലായി. അങ്ങനെ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വീണ്ടും ജീവൻ നൽകി ദൈവത്തോട് നിരപ്പിക്കാനാ യേശുക്രിസ്തു വന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രത്യാശ മാറിപ്പോകും? നമ്മളിപ്പോഴും ഭൗമിക മണ്ഡലങ്ങളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് അതിൻ്റെ ഉത്തരവാദി? അത് നമ്മൾ പരിശോധിച്ചേ മതിയാവും. പ്രിയ സഹോദരങ്ങളെ, ഇനിയും അങ്ങനെ അബദ്ധ ധാരണയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദയവായി നിങ്ങൾ അബദ്ധ ചിന്തകളിലാകരുത്. നമുക്ക് ഈ ഭൂമിയിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ട്. ദൈവത്തിന് ഹിതമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലീകരിച്ചിരും. നമ്മുടെ ഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും ഒരു കാര്യം നമ്മളോട് കർത്താവ് കൃത്യമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്: സ്വർഗത്തിലെ അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ അവൻ്റെ ഇഷ്ടം ഒരിക്കലും നമുക്ക് ദോഷത്തിനല്ല, നന്മയ്ക്കാണ്. അതുകൊണ്ട് ഈ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു: ജീവനുള്ളവരുടെ ദേശം എന്ന് പറയുന്നത് ഇതല്ല. നാം ഓരോരുത്തരും ഒരുമിച്ച് ചേർന്ന് നമുക്കൊരു ദേശം വേറെയുണ്ട്. അത് ജീവനുള്ളവരുടെ ദേശമാണ്. ജീവൻ
ദൈവമാണ്, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യം, യേശുക്രിസ്തു മാത്രമായി ഭരിക്കുന്ന ഒരു ലോകം, അത് ജീവനുള്ളവരുടെ ദേശമാണ്. അവിടെ നാം ഒരുമിച്ച് കൂടും. അവിടെ നമ്മൾ അടുത്ത വാക്കെന്താ പറഞ്ഞിരിക്കറിയാമോ? യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ കഷ്ടം. അപ്പം നന്മ എന്ന് പറയുന്നിടത്ത് നമുക്ക് അർത്ഥങ്ങളുണ്ട്. നന്മ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നശിച്ചു പോകാത്തത്. ഈ ഭൂമി കാണുന്ന സകലതും നശിച്ചു പോകും, സകലതും നശിച്ചു പോകും. ഒരെണ്ണം പോലും ഇല്ല ഇവിടെ നശിക്കാത്തത്. നമ്മളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. നമ്മളൊക്കെ നാളെ ഓർമ്മകളായി മാറും. ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നാളെ ഞാൻ കാണുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഓർമ്മകളിൽ മാത്രമായി പോകും. അപ്പോൾ ഈ ഭൂമി കാണുന്നൊന്നും അല്ല കേട്ടോ നന്മ. ഈ ഭൂമി കാണുന്ന നന്മയാണെന്ന് പറഞ്ഞ് നടന്നാൽ വലിയ അബദ്ധത്തിലായി പോകും. പല ശുശ്രൂഷകന്മാരും ഒരു നന്മ വരുന്നത് കേട്ടോ, നന്മയ്ക്ക് തടസ്സമായി കേട്ടോ, നന്മയെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രവചിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വേറെ ലോകത്തായി പോകും. അവരുടെ ചിന്താഗതി യുദ്ധം നടക്കുന്നു, നന്മയ്ക്കും ബന്ധനമാകുക എന്നൊക്കെയുള്ള ചിന്തയില്ല. എന്തൊരു അബദ്ധ ലോകത്തിലാണ്. ശരിക്കും പറഞ്ഞ നന്മ എന്താണെന്ന് അറിയുന്നത്, തിന്മ എന്താണെന്ന് അറിയുന്നത്. തിന്മയെക്കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ സൂര്യന് കീഴെ വല്ലാത്തൊരു തിന്മ കാണുന്നുണ്ട്. എന്താ തിന്മ എന്നറിയാമോ? മനുഷ്യർ തൻ്റെ അനർത്ഥത്തിനായി സൂക്ഷിക്കുന്ന സമ്പത്ത് തന്നെ. അതായത് തിന്മ എന്ന് ശലോമോൻ രാജാവ്, ഇത് വെറും ജ്ഞാനിയല്ല കേട്ടോ, ദൈവത്താൽ ജ്ഞാനിയാക്കപ്പെട്ടവന്, ദൈവം കൊടുത്ത ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് അവൻ പറയുകയാണ് സമ്പത്തൊരു തിന്മയാണ്. നമ്മളെ എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ എന്താ ചിന്ത വന്നിരിക്കുന്നത്? ഈ കാണുന്ന സമ്പത്തൊക്കെയാണ് നന്മ. ഇതിനൊക്കെ എന്തെങ്കിലും തടസ്സം വന്നാൽ ആ സമ്പത്തിനെ ബന്ധിച്ച് വെച്ചിരിക്കുക. പിശാച് നമുക്ക് ഒരുമിച്ച് ശാസിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ ശരിക്കും പറഞ്ഞ മൂഢലോകത്താക്കിക്കൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. നന്മ എന്ന് പറയുന്നത് നശിക്കാത്തതാണ്. അത് നമ്മൾ അനുഭവിക്കുന്നത് ജീവനുള്ളവരുടെ ദേശത്താണ്. അപ്പം നമുക്കൊരു ദേശമുണ്ട്, അവിടെ നമ്മൾ നശിക്കാത്തത് അനുഭവിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ ജ്ഞാനികളുടെ ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്ന താർക്കികരെവിടെ എന്നൊക്കെ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിൻ്റെ വാക്യമുണ്ട്. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നതും മറിഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെ എത്രേ ഞങ്ങൾ ജ്ഞാനമായി സംസാരിക്കുന്നു. ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നത് തികഞ്ഞവരുടെ ഇടയിലെ ഞങ്ങൾ ഈ ജ്ഞാനം സംസാരിക്കും. വാസ്തവത്തിൽ നമ്മൾ തികഞ്ഞവരാകുന്നില്ല. നമ്മളെ നടത്തുന്നവർക്ക് നമ്മൾ തികഞ്ഞവരാകണമെന്ന് വലിയ താല്പര്യവും ഒരുപക്ഷെ കാണത്തില്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മളെ തികഞ്ഞവരാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്, അതോ നമ്മളെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അന്നേരം സുഖിപ്പിച്ച് ഹാപ്പി ഒക്കെ പറഞ്ഞ് വിടുകയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ ജ്ഞാനം സംസാരിക്കും. ഏത് ജ്ഞാനമാണെന്നറിയാമോ? ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന ജ്ഞാനം, മറഞ്ഞിരിക്കുന്ന മർമ്മം, വാട്ടം മാലിന്യം ക്ഷയമില്ലാത്ത തേജസ് നമ്മുടെ തേജസ്സിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ജീവനുള്ളവരുടെ ദേശത്ത് കാണുന്നൊരു കാര്യം. അതാണ് ശരിക്കും നന്മ. വാസ്തവത്തിൽ ഈ ലോകത്തിലെ വാസത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പം 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കും കാലത്തോളം ക്രിസ്തുവിനോടകന്ന് പരദേശികളായിരിക്കുന്നു. അപ്പോൾ ഇത് ജീവനുള്ളവരുടെ ദേശമല്ല. ജീവനുള്ളവർക്ക് ഒരൊറ്റ മോഹമേ ഉള്ളൂ, വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ. അവനാണ് ജീവൻ, അവനോടൊപ്പം ഇരിക്കുകയെന്ന്. വാസ്തവത്തിൽ ഈ ശരീരത്തിൽ ഇവിടെ ഇരിക്കും കാരണം ക്രിസ്തുവിനോടകന്ന് പരദേശിയായിരിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ എത്ര അബദ്ധത്തിലായിരുന്നു സഹോദരങ്ങളെ. നമ്മുടെ പരമാർത്ഥ ബുദ്ധിയെ നമ്മൾ ആർക്കും പണയം വയ്ക്കരുത്. നമ്മൾ ബുദ്ധിയുള്ളവരാകണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഓരോ വാക്യങ്ങളും വായിക്കുമ്പം അതിൻ്റെ ആഴവും അർത്ഥവും അറിയാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ജ്ഞാനത്താൽ അല്ലാതെ, കർത്താവ് തരുന്ന ജ്ഞാനത്താൽ അല്ലാതെ, ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിലല്ലാതെ ഗ്രഹിക്കാൻ പാടാം. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് സകലതും ഉപദേശിച്ചു തരും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് നമ്മൾ നന്മ കാണുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. പലപ്പോഴും ഈ ജീവനുള്ളവരുടെ ദേശത്ത് പോയി തമ്പുരാൻ്റെ നന്മ കാണണമെങ്കിൽ ഈ ദ്രവത്വമുള്ള ശരീരത്തിന് ആ അദ്രവത്വമുള്ള ലോകത്തിലേക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഈ അമർത്യമായതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ മർത്യമായത് ഉരിയുവാൻ സമയമാകുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അഴിഞ്ഞു മാറാനുള്ള സമയമാകുമ്പോൾ, അദ്രവത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള നാഴിക വരുമ്പോൾ ആണ് നാം ഏറെ സന്തോഷിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ സുദിനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് പറഞ്ഞത്, ജനന ദിവസത്തേക്കാൾ ഉത്തമം മരണ ദിവസം. നമ്മൾ പലപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പറയുന്നവരാണ്. എല്ലാവരുടെയും ജന്മദിനാശംസകൾ നൽകാനാണ് നമുക്കിഷ്ടം. മരണ ദിവസം നമ്മൾ ആരും ഇഷ്ടപ്പെടാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഡ്ഢിലോകത്തിലല്ലയോ, നമ്മളെ വിഡ്ഢിലോകത്തിലാക്കി കളഞ്ഞില്ലയോ ഇവരെ? ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.